ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് റൂബി റെഡ് ലോങ്ങനെയാണ്. ഇപ്പോൾ ഈ ഫ്രൂട്ടിൻ്റെ സൈസ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാരണം ഇത്തവണ ഉണ്ടായിട്ടുള്ള ഫ്രൂട്ട്, അതായത് ഇപ്പോൾ ജൂൺ 15 നല്ല മഴയുള്ള സമയമാണ്. ഈ സമയത്ത് ഉണ്ടായിട്ടുള്ള ഫ്രൂട്ടിൻ്റെ വലിപ്പം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അതായത് സാധാരണ ഈ പ്ലാന്റ് കായ്ക്കുന്നതിനേക്കാൾ വളരെ നല്ല വലിപ്പം ഈ ഫ്രൂട്ടിന് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഞാൻ ലോങ്ങിനെ പറ്റി ഒരു വീഡിയോ കുറച്ച് നാൾ മുമ്പ് ചെയ്തിരുന്നു. അതെനിക്ക് തോന്നുന്നു ഏപ്രിൽ ആദ്യം ആയിരുന്നു ചെയ്തിരുന്നത്. ആ സമയത്ത് ഈ ലോങ്ങൻ പൂത്ത് വരുന്നേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ, അതായത് ഈ റൂബി റെഡ് ലോങ്ങൻ. അപ്പോൾ 2.5 വർഷം മുമ്പ് ഞാനൊരു 50 ലിറ്റർ ഡ്രമ്മിലാണ് ഇത് നട്ടിരുന്നത്. അപ്പോൾ ഇത് വാങ്ങുമ്പോൾ തന്നെ ഇതൊരു ഓർണമെൻ്റൽ പ്ലാന്റ് എന്നുള്ള ഒരു കൺസിഡറേഷനിലാണ് വാങ്ങിയത്. അതായത് ഇത് ഭംഗി, ഇപ്പോൾ ടെറസ് കയറി വരുമ്പോൾ തന്നെ ഇതിൻ്റെ ലീവ്സ് കാണാൻ നല്ല ഭംഗിയാണ്, ഫ്രൂട്ട് കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഫ്രൂട്ട് പ്ലാന്റ് ഞാൻ നട്ടിരുന്നത്. കാരണം എനിക്കിവിടെ ഡയമണ്ട് റിവർ ലോങ്ങനുണ്ട്, 4 സീസൺ ലോങ്ങനുണ്ട്, അതുപോലെ വൈറ്റ് ലോങ്ങനുണ്ട്, അതിനു മുമ്പ് എഡോ ലോങ്ങൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതൊരു പലതരം ലോങ്ങൻ ഓൾറെഡി ഉള്ളതുകൊണ്ട് ആ ഫ്രൂട്ട്സാണ്, ആ ലോങ്ങനാണ് ഞാൻ അധികം കഴിച്ചുകൊണ്ടിരുന്നത്. ഇതൊരു ഓർണമെൻ്റൽ എന്നുള്ള പ്ലാന്റ് എന്നുള്ള രീതിയിലാണിത് നമ്മൾ നട്ടിരുന്നത്. അപ്പോൾ സാധാരണ മറ്റ് പഴവർഗ്ഗങ്ങൾക്ക് കൊടുക്കുന്ന പോലെ വർഷത്തിൽ 4 തവണ ജൈവവളവും, അതായത് ചാണകപ്പൊടിയും സൂപ്പർ മീലും, അതുപോലെ വർഷത്തിൽ 4 തവണ മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കും, മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കും. പിന്നെ 6 മാസത്തിൽ ഓരോ മാസം വെച്ചിട്ട് നമ്മൾ NPK 19 കൊടുത്തിരുന്നു. അതൊരു 25 ഗ്രാമൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെ പോയാലും ഈ ഫ്രൂട്ടിന് വലിയ സീഡാണ്, ഫ്ലഷ് വളരെ കുറവുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇത് ഏപ്രിലിൽ പൂത്ത ഈ റൂബി ലോങ്ങൻ്റെ ഇപ്പോൾ എങ്ങനെയാണ്, ഇപ്പോൾ 2.5 മാസത്തിന് ശേഷം ഫ്രൂട്ട് പാകമായപ്പോൾ ഇതിൻ്റെ ഫ്ലഷ് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി ഒരു റൂബി റെഡ് ലോങ്ങൻ എടുത്ത് നോക്കാം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലൊരു ഏറ്റവും വലിയൊരു ഫ്രൂട്ട് തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈസ് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, നല്ല സൈസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് എടുത്ത് നോക്കാം ഇതിൻ്റെ ഫ്ലഷ് എങ്ങനെയുണ്ടെന്നുള്ളത്. ഇപ്പോൾ തന്നെ അത് നല്ല ജ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പണ്ടത്തെക്കാളും ഫ്ലഷ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ വളരെ അടുത്ത് കണ്ടാൽ അറിയാം. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഈ സീഡിന് തൊട്ടടുത്ത് ആണ് ഈ ഫ്ലഷ് ഉണ്ടായിരുന്നത്. അതായത് വളരെ കുറച്ച് ഫ്ലഷ്, വലിയ സീഡും. ഇപ്പം ഇതെടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലഷ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിപ്പോൾ കുറേ കൂടി ഓവർ പഴുപ്പായിട്ടുണ്ട്. എന്നാലും നമുക്ക് അത്യാവശ്യം കഴിക്കാനുള്ള ഒരു ഫ്ലഷ് കിട്ടിയിട്ടുണ്ട്. ഉണ്ടോ? പണ്ട് ഇത്രയും ഫ്ലഷ് പോലും കിട്ടിക്കൊണ്ടിരുന്നില്ല. ഈ ഫ്ലഷ് നോക്കിയാൽ മതി. സീഡ് വലുതാണ്, എന്നാലും സീഡിൻ്റെ സൈസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നല്ല ഫ്ലഷ് ഉണ്ട്. ഇനി ഇതൊന്ന് ഞാൻ കഴിച്ചു നോക്കാം. ഈ മഴക്കാലത്ത് എങ്ങനെയാണ് ഇതിൻ്റെ മധുരം. നല്ല സൂപ്പർ മധുരമാണ്. എത്ര അധികം മഴ പെയ്തിട്ടും ഇതിനിപ്പോഴും നല്ല മധുരമുണ്ട്. ഇനി അടുത്തൊരു ചെറിയ ഇതിനകത്തുള്ള ഒരു മീഡിയം സൈസുള്ള ഒരു ലോങ്ങൻ ഒന്നുകൂടി എടുത്ത് നോക്കാം. ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇതിലിപ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ സീഡ് കാണാനേ പറ്റുന്നില്ല. അതായത് നന്നായിട്ട് ഫ്ലഷ് ഇതിനകത്ത് നിറഞ്ഞിരിക്കുകയാണ്. ഇത് നോക്കിയേ. ഇതിൻ്റെ സീഡിൻ്റെ വലിപ്പം എത്രയുണ്ടെന്നൊന്ന് നോക്കൂ. ഉണ്ടോ? ഇതിലിപ്പോൾ സീഡാണോ വലുത്, ഫ്ലഷാണോ വലുത്? അതായത് ഇതിൽ വളരെയധികം ഫ്ലഷും വളരെ കുറഞ്ഞ സീഡുമാണുള്ളത്.
ഇനി ഇതെങ്ങനെയാണ് നടന്നത് എന്നൊന്ന് നമുക്ക് നോക്കാം. ഇത് കഴിച്ചൊന്ന് നോക്കട്ടെ. നല്ല സൂപ്പർ മധുരമുണ്ട്. മഴക്കാലത്ത് പോലും കണ്ടോ, വളരെ ചെറിയൊരു സീഡ്, നല്ല ഫ്ലഷ്. അപ്പൊ ഇത് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞല്ലോ 4 തവണ ജൈവവളം കൊടുക്കുന്നു, പിന്നെ ബാക്കി ഒരു 6 മാസം നമ്മൾ രാസവളം കൊടുക്കുന്നു, അതായത് NPK കൊടുക്കുന്നു. ജൂൺ ജൂലൈ മാസത്തിൽ പ്രത്യേകിച്ച് വളം കൊടുക്കാറുമില്ല. അപ്പോൾ ഇതിന് സംഭവിച്ചെന്ന് വെച്ചാൽ, ഏപ്രിൽ മാസത്തിൽ ഇത് പൂത്ത് തുടങ്ങിയപ്പോഴേക്കും കുറച്ച് ബാക്കിയുണ്ടായിരുന്ന മൈക്രോ ന്യൂട്രിയൻസ്, അത് ഏകദേശം ഒരു 50 ഗ്രാം മൈക്രോ ന്യൂട്രിയൻറ്റ് ബാക്കി ഒരു കവറിൽ ബാക്കി ഉണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്തു. അതുകൂടാതെ പിന്നെ ചെയ്തത് DAP, ഡൈ അമോണിയം ഫോസ്ഫേറ്റ്, അതും ഒരു 10-25 ഗ്രാം ബാക്കി ഉണ്ടായിരുന്നു, അതും കൂടി ഈ ഏപ്രിലിൽ ഞാനിതിന് ഇട്ട് കൊടുക്കുകയുണ്ടായി. സാധാരണ ഞാൻ ഒരു ചെടി പൂക്കുമ്പോൾ വളങ്ങളൊന്നും അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ആ മൈക്രോ ന്യൂട്രിയൻസും കൊടുത്തു, കുറച്ച് ബാക്കിയുള്ള DAPയും ഇട്ട് കൊടുത്തിരുന്നു. ഇതുകൂടാതെ ഡ്രാഗൺ ഫ്രൂട്ടിന് ആ സമയത്ത് കായ്ക്കാൻ തുടങ്ങുന്ന സമയമായിരുന്നു ഏപ്രിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0050, ഇത് 5 ഗ്രാം 1 ലിറ്റർ എന്നുള്ള അളവിൽ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടിന് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ലോങ്ങനും ഫോളിയാർ സ്പ്രേ ചെയ്തിരുന്നു. അതുകൂടാതെ ബോറോൺ നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. ഒരു ml 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഈ ചെടിക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഇതിലൊരു ഒബ്സർവേഷൻ എന്താ വെച്ചാൽ, ചെടി പൂത്തു തുടങ്ങുമ്പോൾ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസും ഒപ്പം തന്നെ ഈ ഫോളിയാർ സ്പ്രേ ആയിട്ട് പൊട്ടാസ്യം സപ്ലൈ ചെയ്യും. മൈക്രോ ന്യൂട്രിയൻസ് ഇപ്പോൾ 9 മൂലകങ്ങളടങ്ങിയ മൈക്രോ ന്യൂട്രിയൻസ് ആണ് ഞാൻ അന്ന് കൊടുത്തത്. ഇപ്പം നമുക്കൊരു പുതിയ മൈക്രോ ന്യൂട്രിയൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇത് ബനാനയ്ക്കുള്ളതാണ്, പഴത്തിനുള്ളതാണ്. അതിനും ഒരു കുറേ മൈക്രോ ന്യൂട്രിയൻസ് ഇതിനകത്തും അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കത് നോക്കാം, എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിനകത്ത് സിങ്ക്, ബോറോൺ, മഗ്നീഷ്യം, അയേൺ, മാംഗനീസ്, കോപ്പർ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് കൊടുത്താലും മതി. പക്ഷെ ഞാൻ അന്ന് കൊടുത്തത് ഒരു 9ഓളം മൂലകങ്ങളുള്ള മൈക്രോ ന്യൂട്രിയൻസ് ആയിരുന്നു. കൂടാതെ പച്ചക്കക്കപ്പൊടിയും കുറച്ച് ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഇത്ര ഈ ഫ്ലഷ് 2.5 വർഷം പ്രായമായ ഈ ചെടിയിൽ പിന്നീടുണ്ടായ ഫ്രൂട്ട്സിനെല്ലാം വലിയ സീഡും ഫ്ലഷ് വളരെ കുറവായിരുന്നിട്ട് എന്തുകൊണ്ടാണ് ഈ ഫ്ലഷ് ഇത്രയധികം കൂടിയതെന്ന് നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ പൂക്കുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ വളങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫ്ലഷിൻ്റെ സൈസ് കൂടുന്നുണ്ട്. ആക്ച്വലി ഇതൊരു ആക്സിഡൻ്റലായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ചപ്പോൾ മനസ്സിലായത്, പൂക്കുന്ന സമയത്ത് ഏത് ചെടിക്കും പൊട്ടാസ്യം, അതുപോലെ കാൽഷ്യം, ഫോസ്ഫറസ് അടങ്ങിയ ഈ 3 മൂലകങ്ങൾ കൂടുതലായിട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഫ്ലഷിൻ്റെ സൈസ് കൂടും, ഫ്രൂട്ടിൻ്റെ സൈസ് കൂടുന്നുണ്ട്, കൂടാതെ ടേസ്റ്റും നമുക്ക് കൂടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. പൊതുവെ പൂക്കുന്ന സമയത്തൊന്നും വളം കൊടുക്കണ്ടെന്ന് പറയും. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാനിങ്ങനെ എന്താണ് ഈ ഫ്രൂട്ട് സൈസ് ഇമ്പ്രൂവ് ചെയ്യാനും ടേസ്റ്റ് ഇമ്പ്രൂവ് ചെയ്യാനും അല്ലെങ്കിൽ ഫ്ലഷ് കൂട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഒരു ചെടി പൂക്കുന്നതിന് മുമ്പായിട്ടാണ് നമ്മൾ വളം കൊടുക്കേണ്ടത്. അതായത് നമ്മളൊരു മല കയറാൻ പോകുന്ന വെക്കുക. അപ്പോൾ ഞാൻ മല കയറുന്നതിന് മുമ്പാണോ ഭക്ഷണം കഴിക്കുക, അതോ മല കയറിക്കൊണ്ടിരിക്കുമ്പോഴാണോ ഭക്ഷണം കഴിക്കുക എന്ന് ചോദിച്ചിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ചെടിയെ അത് പൂക്കുന്ന സീസണിന് മുമ്പ് ഒരുക്കി നിർത്തണോ, അതോ ആ പുഷ്പിച്ചതിന് ശേഷം അതിന് കൊടുക്കണോ എന്നുള്ളതായിരുന്നു ചോദ്യം. പക്ഷെ അദ്ദേഹം പറഞ്ഞ ആ വിളയ്ക്ക് അത് മതിയായിരുന്നു. പക്ഷെ അതിന് വിരുദ്ധമായിട്ട് നമ്മൾ ചെടിയെ പൂക്കുന്നതിന് മുമ്പ് ഒരുക്കി നിർത്തുകയും അതുകൂടാതെ പൂക്കുന്ന സമയത്ത് ഇത്തരം ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്യുകയും ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ നല്ല ഫ്ലഷ് സൈസ് വന്നു, നല്ല ടേസ്റ്റ് വന്നു. ഇതിൻ്റെ
ഫ്രൂട്ടിൻ്റെ വലിപ്പം വളരെയധികം കൂടി. നിങ്ങൾക്കും നിങ്ങളുടെ ഒരു തോട്ടത്തിൽ ഇതുമാതിരി ഒരു എക്സ്പെരിമെൻ്റൽ ബേസിസ് എന്നുള്ള രീതിയിൽ 1-2 ചെടിക്ക് ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കാവുന്നതാണ്. അതായത് മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കുക, പൊട്ടാസ്യം, അതുമാതിരി എന്താണ് പറയുക, ബോറോൺ, ഫോസ്ഫറസ്, കാൽഷ്യം തുടങ്ങിയ അടങ്ങിയ ന്യൂട്രിയൻസ് കൂടുതലായിട്ട് കൊടുത്താൽ അത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഫ്രൂട്ട് സൈസിനെ വളരെയധികം ബെറ്റർ ആക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇനി അടുത്ത വിഷയവുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.